ഇന്ന് 18/4/2024 ഇന്നത്തെ ഷാർജൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് വളരെ മോശം തന്നെയാണ്. ഇപ്പോഴും വെള്ളമെല്ലാം കെട്ടി നിൽക്കുന്ന ഒരു അവസ്ഥ, എവിടെ ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റാത്തൊരു സിറ്റുവേഷനിൽ തന്നെയാണുള്ളത്. അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്, നിങ്ങൾ ആരെങ്കിലും ഫുഡും വെള്ളമൊക്കെ കൊടുക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അൽ കാസ്മിയ, മജാസ്, അബു ഷഹാറ. കാസ്മിയ എന്ന് പറയുന്ന സമയത്ത് നമ്മൾ അൽബുസ്താൻ ഹോട്ടലിൻ്റെ ആ ഒരു ഭാഗത്തേക്കായിട്ട് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കണം. കാരണം ആ ഏരിയയിലൊക്കെ ഇപ്പോഴും വെള്ളവും ഫുഡും ഇല്ലാതെ നിൽക്കുകയാണെന്ന് അറിയാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. പിന്നെ ഭയങ്കരമായിട്ട് വെള്ളം എഫക്റ്റ് ചെയ്തിട്ടുള്ള ഒരു ഏരിയയും കൂടിയാണ് ആ ഏരിയ എന്ന് പറയുന്നത്. അവിടെ പല ബിൽഡിങ്ങുകളിലും ഇലക്ട്രിസിറ്റി ഇല്ല എന്നുള്ളത് വേറൊരു കാര്യം കൂടെ. പിന്നെ അതുപോലെ തന്നെ മജാസുകളിലാണെങ്കിലും 2-3 ദിവസമായിട്ട് ഇലക്ട്രിസിറ്റി ഇല്ലാത്തൊരവസ്ഥയാണ്. ഇപ്പം ഞാനിപ്പോൾ താമസിക്കുന്നത് കാശ്മീരിലാണ്. ഇപ്പം എനിക്ക് ഇന്നലെ ഇലക്ട്രിസിറ്റി ഉണ്ടായില്ല, പക്ഷേ ഇലക്ട്രിസിറ്റി വന്നതിന് ശേഷം നമ്മൾ അനുഭവിക്കുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത്, പൈപ്പിൽ നിന്ന് വരുന്ന വെള്ളം എന്നൊക്കെ പറയുന്നത് വളരെ മോശം ദുർഗന്ധം നിറഞ്ഞ വെള്ളം ആണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതും കളറൊക്കെ ചേഞ്ച് ആയി, നമുക്ക് ഒരിക്കലും അത് ഉപയോഗിക്കാൻ വേണ്ടി തോന്നൂല. അങ്ങനൊരു ലെവലിലുള്ള വെള്ളമാണ് പൈപ്പ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഈ ഭാഗത്തുള്ള ആൾക്കാർക്കാണെങ്കിലും ഒരു ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊന്നും തോന്നുന്നുണ്ടാവില്ല അങ്ങനൊരു വെള്ളമൊക്കെ ഉപയോഗിച്ചുകൊണ്ട്. പിന്നെ പലവരും നമ്മൾ ബിൽഡിങ്ങിൽ നിന്ന് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, കുറച്ചപ്പുറത്തുള്ള പള്ളിയിൽ ഫിൽറ്റർ വെള്ളം കിട്ടുന്നുണ്ട്, ആ വെള്ളം എടുത്ത് കൊണ്ടുവരികയാണ് പലരും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഫുഡ് കൊടുക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നവർ, വെള്ളവും ഫുഡൊക്കെ കൊടുക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ വന്ന് ഒരു ലൈവ് ഇട്ടുകൊണ്ട് തന്നെ ചെയ്യണമെന്നുള്ളത് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം, അല്ലെങ്കിൽ എൻ്റെ റിക്വസ്റ്റ്. അങ്ങനെയാണെങ്കിൽ അവിടുത്തെ ആൾക്കാർക്ക് അറിയാൻ വേണ്ടി സാധിക്കുകയുള്ളൂ ഇന്ന സ്ഥലത്ത് ഇങ്ങനെ ഒരു വിതരണം നടക്കുന്നുണ്ടെന്നും അവിടത്തേക്ക് ആൾക്കാർക്ക് എത്തിപ്പെടാൻ വേണ്ടി സാധിക്കും എന്നുള്ളൊരു കാര്യം. പിന്നെ ഒരു നന്ദി എടുത്ത് പറയാനുള്ളത് നമ്മൾ ജിൻസാനയ്ക്കും ആസിഫിനോടും തന്നെയാണ്. കാരണം അവർ ഇന്നലെ മജാസിലെത്തി വെള്ളം ഇതൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. എൻ്റെ പല കൊലീഗ്സും എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന പല ആളുകളും താമസിക്കുന്നത് മജാസിൻ്റെ ആ ഒരു ഏരിയയിലാണ്. ആ ഏരിയയിൽ നന്നായിട്ട് എഫക്റ്റ് ആയിട്ടുണ്ട്. ഒത്തിരി ബുദ്ധിമുട്ട് തന്നെ ഉണ്ടായിരുന്നു, ഫുഡിനാണെങ്കിലും ഭക്ഷണത്തിനാണെങ്കിലും. അവിടെ പല റെസ്റ്റോറൻറ്റുകളും മറ്റുള്ള സൂപ്പർ മാർക്കറ്റെല്ലാം അടച്ചു പൂട്ടിയിട്ടുണ്ടായിരുന്നു. അവർ ആർക്കും തന്നെ സാധനം വാങ്ങാനും താക്കാനൊന്നും പറ്റാത്തൊരവസ്ഥ, ബിൽഡിങ്ങിൻ്റെ താഴത്തേക്ക് ഇറങ്ങാൻ വേണ്ടി പറ്റാത്ത അവസ്ഥ. ചില ആൾക്കാരൊക്കെ 20, 22, 30, 38ാമത്തെ ഫ്ലോറിലൊക്കെ താമസിക്കുന്നു. അവർക്ക് ലിഫ്റ്റ് ഇല്ലാതെ തന്നെ ഇറങ്ങി വരാനുള്ള ഒരു ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ, അങ്ങനെ പ്രശ്നങ്ങളുള്ളവരുണ്ട്. അപ്പം ഇങ്ങനെ ഒരു സമയത്ത് ജിൻസാനയും ആസിഫും ചെയ്ത വലിയൊരു കാര്യം തന്നെയാണ്. അതിന് നന്ദി പറയണം അവരുടെ അടുത്ത്. അതുപോലെ തന്നെ അവരുടെ വീഡിയോൻ്റെ താഴത്താണെങ്കിലും ബാഡ് കമൻസ് ഒക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്തിനാണ് നമ്മൾ ഇങ്ങനൊരു പ്രശ്നത്തിൽ ഇങ്ങനത്തെ ഒരു പ്രശ്നം അനുഭവിക്കുന്നവർക്ക് മാത്രമേ അത് അറിയാൻ വേണ്ടി സാധിക്കുകയുള്ളൂ എത്രത്തോളം ഉണ്ടെന്നുള്ളത്. അപ്പോൾ അവർക്കൊരു ഗ്ലാസ് വെള്ളമെങ്കിലും കിട്ടാന്ന് പറയുന്നത് വലിയൊരു കാര്യം തന്നെയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആസിഫും ജിൻസാനയും അങ്ങനെ ഒരു ഡെഡിക്കേഷൻസ് എടുത്ത് മുന്നോട്ട് വന്നതിൽ നമ്മൾ അപ്രീസിയേറ്റ് ചെയ്യേണ്ട കാര്യമാണ്. അതിനിപ്പോൾ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും അവർ ചെയ്തൊരു നല്ലൊരു കാര്യം തന്നെയാണ്. അപ്പം പിന്നെ എടുത്ത് പറയണം, കാശ്മീരിൽ വരുന്നവരാണെങ്കിൽ പിന്നെ നമ്മൾ അൽബുസ്താൻ ഹോട്ടലിൻ്റെ ആ ഒരു ഭാഗത്തോട്ടേക്ക് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കണം. കാരണം ആ ഒരു ഭാഗത്താണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടിട്ടുള്ളത്. അതുപോലെ തന്നെ അബൂ ഷഹാറയിലുണ്ട് കേട്ടോ. അപ്പം എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട്